അസാധ്യ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. പുള്ളി എനിക്കൊന്ന് ഈ പടത്തിന്റെ ഷൂട്ടിങ് കഴിഞ്ഞ ആശുപത്രിയിലായത് ഈ പരിപാടി ഇതുകൊണ്ടാണ്. ഇന്റർവെൽ പഞ്ച് എന്റെ പൊന്നു മോനെ, ചുമ്മാ ഞാനൊക്കെ ത്രില്ലടിച്ചിരുന്നു കണ്ട് കൊല്ലുന്ന സീനൊക്കെ. ഓ എന്ത് രോമാഞ്ചം കൊല്ലുമ്പോ. നമുക്ക് പറഞ്ഞ പോലെ തന്നെ നായകൻ അത് തന്നെയാണ്. ചില സമയത്ത് നമുക്ക് തോന്നും മമ്മൂക്കയെ കാട്ടി ഒരു പടി കയറിയോ എന്നൊക്കെ നമുക്ക് തോന്നും. നമ്മുടെ ദീപ്തി IPS ഒക്കെ ഉണ്ട്. അവസാനം എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഫസ്റ്റ് കൊലപാതകമൊക്കെ ചുമ്മാ സീനായിരുന്നു. സിഗരറ്റൊക്കെ ഇട്ട് കുറെ പരിപാടിയുണ്ട് മക്കളെ, അത് നിങ്ങൾ കാണണം. ഈ പടം ഒറ്റ കാരണമായിരിക്കും പുള്ളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. തിയേറ്ററിൽ പോയി പടം കണ്ടിട്ട് വന്ന് കഥ പറഞ്ഞു തരുന്ന ആ തെണ്ടിയില്ലേ, ആ കൂട്ടുകാരൻ, അവനൊന്ന് കമന്റ് ചെയ്ത്. ഹായ് ഫ്രണ്ട്സ്, ഹലോ. ഇന്ന് നമ്മളെ പരിപാടി കളങ്കാവൽ റിലീസായിട്ടുണ്ട് മമ്മൂട്ടിയുടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് സിനിപോളിൽ, ബഹ്റിനിലെ ഏട്രിയം മാളിൽ സിനിപോളിൽ വന്നേക്കാണ്. അപ്പോൾ നമ്മുടെ പടം ഞങ്ങൾ കാണാം. ആദ്യം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളത് പറയാം. ഓക്കെ. മമ്മൂക്കാൻ്റെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഷോ എല്ലാം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ തിയേറ്ററിൽ വന്നായിരുന്നു. വന്നപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല, ചെറിയൊരു വരെ ഷോ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഇന്നത്തെ ആദ്യത്തെ ഷോയ്ക്ക് തന്നെ വന്നേക്കാണ്. ബാക്കി നമുക്ക് പടം കണ്ടിട്ട് കളങ്കാവലിന്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നു തിയേറ്ററിൽ അധികം ആൾക്കാരൊന്നും ഇല്ല. മമ്മൂക്കൻ്റെ പടമായിട്ടും അധികം ആളൊന്നും ഇല്ലാതെ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ നമുക്ക് നോക്കാം. അതിൽ ടിക്കറ്റ് കിട്ടിയിട്ട് നമുക്ക് പടം കണ്ടു നോക്കാം അല്ലേ? അതെ, നമുക്ക് കണ്ടിട്ട് ഞാൻ റിവ്യൂ പറയാം. അതെ, ഞങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. അപ്പോൾ ഫ്രണ്ട്സ്, ഏട്രിയം മാളിൽ സിനിപോളിസിൽ പടം കാണാൻ വരുന്നവർക്കൊരു ഓഫർ ഉണ്ട്. അതും STCയുടെ കാർഡ് സിം ഉപയോഗിക്കുന്നവർക്ക് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അതെ, നിങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്ക് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ കിട്ടും. അതെ, ഒരു ടിക്കറ്റ് എടുത്താൽ ഒരെണ്ണം ഫ്രീ. 2 പേർക്ക് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു 2.9 പിടിക്കൊക്കെ നമുക്ക് ഒരു പടം കാണാം 2 പേർക്ക്. ഓക്കെ. അവന് ഫുഡ് മേടിച്ച് നടന്നുകൊണ്ട് കഴിക്കുക. തിയേറ്ററിൽ ഞങ്ങൾക്ക് പടത്തിനുള്ള സമയം ഓടിക്കൊണ്ടിരിക്കുക. നമുക്ക് നല്ല റേറ്റ് കുറച്ച് ഇവിടുത്തെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും. പക്ഷെ അത് പറയാനുള്ള സമയമൊന്നും ഇപ്പം നമ്മളില്ല. അതെ, സമയമില്ല, പടത്തിന് സമയമായി, ഓടിക്കൊണ്ടിരിക്കുക. അപ്പം അഫോർഡബിളായിട്ട് തിയേറ്ററിൽ വരുന്നവർക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഷോപ്പുകളിലോ സിനിപോളിലോ മേടിച്ച് കഴിക്കുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുക, കഴിക്കുക, അതിന് ശേഷം പടത്തിന് കയറുക. ഒരു മിനിറ്റ്. ഹായ് ഗൈസ്, ഇപ്പം ഞങ്ങൾ പടം കണ്ടിട്ടതാ ഇറങ്ങി വന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ജെന്യൂനായിട്ടുള്ള, ഇപ്പം കഴിഞ്ഞ ഉടനെയുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് തരാൻ പോണ. ഡീറ്റെയിൽ റിവ്യൂ ഞങ്ങൾ പിന്നെ തരാം. ഇപ്പം ഞങ്ങൾ കണ്ടതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറയാം. ഒരു ക്വിക്ക് റിവ്യൂ പോലെ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ അങ്ങോട്ട് കണ്ടിറങ്ങി വന്ന് ഇവിടെ വന്നുകൊണ്ട് ഇരുന്നതേ ഉള്ളൂ. ഇപ്പം അങ്ങോട്ട് പടം ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും മികച്ച് നിൽക്കുന്നത് മമ്മൂക്കാൻ്റെ പെർഫോമൻസാണ്. അസാധ്യ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഞാനിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പോയിലറാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അല്ലേ, നിങ്ങൾ പോയി കാണും. എന്താ പെർഫോമൻസ്! ഫസ്റ്റ് പുള്ളിയെ കാണിക്കുന്ന സീൻ തൊട്ട് നമുക്ക് നമ്മുടെ രോമമൊക്കെ എഴുന്നേക്കും ചില സമയത്ത് പുള്ളിയുടെ പെർഫോമൻസ് കാണും. അതിൽ വേണമെങ്കിൽ ഒരു ക്ലൂ കൊടുക്കുന്ന പോലെ ട്രെയിലറിനകത്തുള്ള ഷോർട്സ് വേണമെങ്കിൽ നോക്കാം. അതെ, ട്രെയിലറിലെ ചില ഷോർട്സ് ഉണ്ട്. പുള്ളി മറ്റേ സിഗരറ്റ് വലിച്ച് റൗണ്ട് വിടുന്നതൊക്കെ. അയ്യോ, പടത്തിലുടനീളം ആ സീനാണ്. അതേപോലുള്ള സീനുകൾ, അതേപോലുള്ള ഇതാണ് സിഗരറ്റ് വലിക്കുന്നത്. പുള്ളി എനിക്കൊന്ന് ഈ പടത്തിന്റെ ഷൂട്ടിങ് കഴിഞ്ഞ ആശുപത്രിയിലായത് ഈ പരിപാടി ഇതുകൊണ്ടാണ്. പുള്ളി ഈ പടത്തിൽ തന്നെ എങ്ങനെ പോയാലും പുള്ളി ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു 100 സീനുണ്ട്. അതും നല്ല വൃത്തിയായിട്ട് വലിക്കുന്നുണ്ട് പുള്ളി.
പുള്ളി പണ്ടൊക്കെ സിഗരറ്റ് വലിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു തഴക്കവും പഴക്കവും വന്ന സിഗരറ്റ് വലിയ നമുക്ക് ഇതിൽ കാണാം. നല്ല വൃത്തിയായിട്ട് ആ ഹോളൊക്കെ വിടുന്ന കാണുന്ന അടിപൊളി രീതിയിലൊന്നുമില്ല, പുള്ളിയുടെ ആയിട്ടുള്ള ഒരു സ്വാഗിലാണത് ചെയ്യുന്നത്. നമ്മള് ആദ്യമായിട്ടായിരിക്കും ഒരാളെ കൊല്ലുന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ത്രില്ലാവുന്ന നമുക്ക് കൊലപാതകമൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നമുക്കൊരു ത്രില്ലില്ലേ. ഞാനിപ്പോഴും നായകനായിട്ട് കണ്ട് ഇപ്പൊ ഒരു വില്ലനായിട്ട് വന്നപ്പോ ഒരു വ്യത്യാസമായി. പുള്ളി എന്ത് ചെയ്യുമല്ലോ പുള്ളി ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വേഷം പുള്ളി ചെയ്യുന്നത്. ഇത്ര ഒരു നെഗറ്റീവ് ക്യാരക്ടർ പുള്ളി നെഗറ്റീവ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ, പക്ഷെ ഇത്ര ഒരു നെഗറ്റീവ് ക്യാരക്ടർ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പൊ ഒരു നെഗറ്റീവ്. അതെ അതും ഒരു സീരിയൽ കില്ലറുടെ ഒരു സാധനം. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. നിങ്ങൾ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇതിന്റെ ഒരു മസ്റ്റ് ട്രൈ. ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. പടം ടോട്ടലി മൊത്തത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പടത്തിൽ കുറച്ച് ലാഗുള്ള പോലെ നമുക്ക് തോന്നും ചില സമയത്ത്. കാരണം ഇത്രയും വലിയൊരു സംഭവമാണ്. നിങ്ങൾക്കറിയാം, ഇതൊരു നടന്ന സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ്. സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന ഒരു സീരിയൽ കില്ലറുടെ കഥയെ ബേസ് ചെയ്തിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ പുള്ളി ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ചെയ്ത് കൂട്ടി കുറേ കുറ്റകൃത്യങ്ങളുടെ കഥയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ കുറച്ച് ലാഗൊക്കെ ഉണ്ടാവും എന്തായാലും. കാരണം അത് പക്ഷേ ഒരു സിനിമ ആസ്വദിക്കാൻ വന്ന ഒരാൾക്ക് അതൊരിക്കലും ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ലാഗല്ല. പക്ഷെ നമ്മളാ പടത്തിലേക്ക് ഇറങ്ങിപ്പോകും. നമ്മൾ സ്റ്റാർട്ടിങ് നമ്മളാ പടം തുടങ്ങുന്ന മുതൽ നമ്മൾ അവസാനം വരെ നമ്മൾ ആ പടത്തിനകത്തായിരിക്കും. നമ്മളിങ്ങനെ ഓരോ നിമിഷവും ചിന്തിക്കാനുള്ള ചിന്തിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആ ചിന്താഗതി മാറും. അതെ, പെട്ടെന്ന് മാറേ. അത് ഇന്റർവെൽ പഞ്ച് എന്റെ പൊന്നു മോനെ, ഇന്റർവെൽ പഞ്ച് ഉണ്ട്. സീൻ സാധനം കൂടുതൽ പറയുന്നില്ല. അതെ, അതൊന്നും നമ്മൾ പറയുന്നില്ല. അതെല്ലാം സ്പോയിലറായി പോകും പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്രെയിം എല്ലാം വെച്ച പടം ഫുൾ ഒരു പക്ക ഒരു ഏറ്റവും കൂടുതൽ ഈ പടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഡാർക്ക് തീമാണ്. ചില സമയത്ത് നമുക്കെൻ്റെ ഈ കൊലപാതകവും പ്ലാനിങ്ങും ഒക്കെ കുറച്ച് ഡാർക്ക് തീമിൽ റെഡിഷ് കളറും മറ്റേ അഞ്ചാം പാതിരയുടെ കൂടെ ടോണിലൊക്കെയാണ് പടം. പക്ഷെ ക്ലോസപ്പ് ഒക്കെ ചില സമയത്ത് വെക്കുന്നുണ്ട്. ക്ലോസപ്പ് വെച്ച സാധനമൊക്കെ പുള്ളിയുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഈ ഇമോഷൻസ് ചേഞ്ച് ചെയ്ത് വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഈ കൊല്ലാൻ പോണ ആളുടെ അടുത്തുള്ള ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവസാനം കൊന്നു കഴിയാൻ നേരത്തുള്ള ഒരു ചേഞ്ച് ഉണ്ടല്ലോ. ഈ ഞാൻ ചെയ്യാൻ പോകുകയാണെന്ന് പറയുന്ന ആൾക്കാരെ തന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത്. അതെ, അതിനുശേഷം അതൊന്നും പറയല്ലേ. നമ്മുടെ എക്സൈറ്റ്മെന്റിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. കാരണം കൊന്നു കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ട് പുള്ളിയുടെ. ചുമ്മാ ചില കൊലപാതകം ചെയ്ത് കഴിയുമ്പോൾ പുള്ളിക്കുള്ളൊരു ആത്മസംതൃപ്തിയൊക്കെ പുള്ളിയുടെ എക്സ്പ്രഷനൊക്കെ കാണണം. എൻ്റെ പുള്ളി ഒരു രക്ഷയില്ല. കൊല്ലുന്ന സീനൊക്കെ ചുമ്മാ ഞാനൊക്കെ ത്രില്ലടിച്ചിരുന്നുണ്ട് കൊല്ലുന്ന സീനൊക്കെ. എന്ത് രോമാഞ്ചം കൊല്ലുമ്പോ. അത് ഡാൻസ് കളിച്ചു. അതെ, പുള്ളിയുടെ ലുക്കും നിങ്ങൾക്ക് എന്നും ഈ ഒരു ലുക്ക് വേറെ ഒരു പടത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്ക് ഒരുപാട് സ്റ്റൈലിഷ് ആയിട്ട് കാണിക്കാൻ വേണ്ടി ഒരുപാട് സംവിധായകർ ശ്രമിക്കാറുണ്ട് എപ്പോഴും. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കഥ പറയുമ്പോൾ മമ്മൂട്ടിയെ വേണമെങ്കിൽ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആക്കായിരുന്നു. പക്ഷെ അത്രയും സ്റ്റൈലിഷ് ഒന്നും അല്ല ഈ പടത്തിൽ. ഒരു നോർമൽ ഒരു വ്യക്തി എങ്ങനെയാണോ ശരിക്കും പുള്ളിക്ക് എങ്ങനെ പോയാലും ഒരു മധ്യവയസ്കന്റെ ഒരു ലുക്ക് തന്നെയാണ് പുള്ളിക്ക് പടത്തിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം പ്രായം തോന്നും കാണുന്നത്. പക്ഷെ ചില ലേഡി ക്യാരക്ടേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, അയ്യോ ഇവരെങ്ങനെ ഇത്രയും പ്രായമുള്ള ഒരാളുടെ അടുത്ത് പോയി അയാളെ ഇഷ്ടപ്പെട്ട ഇറങ്ങിപ്പോയി എന്നൊക്കെ അങ്ങനെ ഇറങ്ങിപ്പോയി എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു നോക്കാനാണെങ്കിൽ പറ്റും. പക്ഷെ വേണ്ട, അങ്ങനെ ഒന്നും നിങ്ങൾ മനസ്സിലൊന്നും വെക്കാതെ ഈ പടം പോയി കാണും വെച്ചിട്ടാണല്ലോ. ഒന്നും മനസ്സിൽ വെക്കാതെ ഡയറക്റ്റ് ഈ പടം പോയി കാണുക. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ പറയാം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ എടുത്ത് പറയേണ്ട പെർഫോമൻസ് വിനായകൻ്റെ സീൻ പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് വിനായകന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നത്. നമുക്ക് പറഞ്ഞ പോലെ തന്നെ നായകൻ അത് തന്നെയാണ് 100%. പുള്ളിയുടെ ചില സമയത്ത് മാനേഴ്സും ആ ഒരു യൂണിഫോം ഇടാത്ത പോലീസുകാരന്മാരും നമ്മുടെ നാട്ടിലെ വേണുണ്ടല്ലോ ഈ സ്പെഷ്യൽ കേസ് അന്വേഷിക്കുന്ന ആൾക്കാർ മനസ്സിലാവത്തില്ല. ആ ഒരു ക്യാരക്ടർ യൂണിഫോം ഇടാതെ ആയിരിക്കും ഫുൾ ടൈം നടക്കുന്നത്. പക്ഷേ ആ ഒരു പോലീസുകാരൻ്റെ ഒരു സാധനം പുള്ളിയുടെ ആ പെർഫോമൻസിൽ നമുക്ക് കിട്ടും തുടക്കം തൊട്ട് അവസാനം വരെ.
ചില സാധനമൊക്കെ ചില സമയത്ത് നമുക്ക് തോന്നും മമ്മൂക്കയെ കാട്ടി ഒരു പടി കയറിയോ എന്നൊക്കെ നമുക്ക് തോന്നും. ആ രീതിയിലുള്ള സട്ടിലായിട്ടുള്ള ഇമോഷൻസ് ഒക്കെ പുള്ളി അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഒരുപാട് പേര് നമ്മുടെ ദീപ്തി IPS ഒക്കെ ഉണ്ട്. അവസാനം എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. കുറേ നടിമാരുണ്ട്. നമ്മള് കണ്ടിട്ടുള്ളതിന് മുമ്പ് നമ്മൾ സിനിമയിൽ എല്ലാവരും കണ്ടിട്ടുള്ള കുറേ നടിമാരുണ്ട്. 10-20 നടിമാരെ ഉണ്ട് മമ്മൂക്കാൻ്റെ നായികമാരെന്നൊന്നും പറയാൻ പറ്റത്തില്ല അതിന്. അത് വേറെ പരിപാടിയാണ് ഇതിനകത്ത്. നമുക്ക് ആദ്യം കൊല്ലുന്ന ക്യാരക്ടർ അടിപൊളി. ആ സീനൊക്കെ അടിപൊളി. നമുക്ക് ഫസ്റ്റ് കൊലപാതകമൊക്കെ ചുമ്മാ സീനായിരുന്നു. പുള്ളി സിഗരറ്റ് ഒക്കെ ഇട്ട് കുറെ പരിപാടി ഉണ്ട് മക്കളെ. നിങ്ങൾ കാണണം. സിഗരറ്റ് ഇട്ടുള്ള പരിപാടികൾ നിങ്ങൾ സിഗരറ്റ് ഇട്ടുള്ള ഇത്രയും അഭ്യാസം കാണണം. സിഗരറ്റ് ഇട്ട് ഇത്ര അഭ്യാസം ഒരാൾ മലയാള സിനിമയിൽ കാണിച്ചിട്ടുണ്ടാവത്തില്ല. ഇതുകൊണ്ട് തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോയത്. അതെ, ഇത് തന്നെ ഈ പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടായിരിക്കും. ഈ ഒറ്റ കാരണം, ഈ പടം ഒറ്റ കാരണമായിരിക്കും പുള്ളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. കാരണം പടം മൊത്തം സിഗരറ്റ് വലിയ എന്തോരം സിഗരറ്റ് വലിയ. എനിക്ക് തോന്നുന്നു ഇത് തന്നെ ആയിരിക്കും കാരണം പുള്ളി ഹോസ്പിറ്റലിൽ പോയി. പല രീതിയില്, പല സ്റ്റൈലില്, അത് പല സിറ്റുവേഷൻ മാറുന്ന എനിക്ക് സിഗരറ്റ് വലിയുടെ സ്റ്റൈലും മാറും. സിഗരറ്റ് വലിയുടെ സ്റ്റൈല് മാറും. ഇപ്പൊ സന്തോഷത്തോടെ പുള്ളിയുടെ ആ ഒരു തൃപ്തിയോടെ ഇരിക്കുമ്പോ സിഗരറ്റ് വലിക്കുന്ന ഒരു ഇത് ഉണ്ട്. ദേഷ്യം വന്നു കഴിയുമ്പോൾ സിഗരറ്റ് വലിക്കുന്ന ഒരു ഇതുണ്ട്. പുള്ളിക്ക് ടെൻഷൻ വരുമ്പോ സിഗരറ്റ് വലിക്കുന്ന ഒരു ഇത്. ഈ ഓരോ എക്സ്പ്രഷൻ ഉള്ള സമയത്തും പുള്ളിയുടെ സിഗരറ്റ് വലിയുടെ മാനറിസം ഭയങ്കര ചേഞ്ച് ആവുന്നുണ്ട്. ഇപ്പൊ ദേഷ്യം വരുമ്പോൾ വലിക്കുന്നതും, സങ്കടം വരുമ്പോൾ വലിക്കുന്നതും, സന്തോഷം വരുമ്പോൾ വലിക്കുന്നതും എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എല്ലാം ഡിഫറെന്റ്. മസ്റ്റ് തിയേറ്ററിൽ തന്നെ പോയി കാണാം. തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ല സൗണ്ടൊക്കെ ഉള്ള തിയേറ്ററിൽ പോയി ആ ത്രില്ലിങ്, ആ ഒരു സൗണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടുപോകും, അതിനകത്തോട്ട് ഇങ്ങനെ കൊണ്ടുപോകും നടത്തും നമ്മള്. അപ്പൊ എന്തുവാ പെട്ടെന്ന് തന്നെ അടുത്തുള്ള തിയേറ്ററിൽ പോയി കാണണം. അല്ലാതെ അല്ലെങ്കിൽ സ്പോയിലേഴ്സ് വന്ന് ഇന്റർവെൽ പഞ്ചൊക്കെ നേരത്തെ പോയി കണ്ടിട്ട് ആ ഇന്റർവെൽ പഞ്ചൊക്കെ ആരെങ്കിലും അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് തിയേറ്ററിൽ പോയി പടം കണ്ടിട്ട് വന്ന് കഥ പറഞ്ഞിരുന്ന ആ തെണ്ടി ആ കൂട്ടുകാരൻ അവനൊന്ന് കമന്റ് ചെയ്ത്. അപ്പോൾ നിങ്ങളെല്ലാവരും അടുത്ത ദിവസം തന്നെ തിയേറ്ററിൽ പോയി പടം കാണണം. ഇല്ലേ നിങ്ങൾക്ക് തന്നെ നഷ്ടം. അത് തിയേറ്ററിൽ പോയി കണ്ടാലേ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതെ, തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമന്റ് ഇടണം. പടം എങ്ങനെയുണ്ടെന്ന്. നിങ്ങളുടെ അഭിപ്രായവും നമ്മുടെ അഭിപ്രായം തമ്മിൽ മാച്ച് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അതിന് കമന്റ് ഇട്ടിട്ട് പറയണം. ഇതേപോലെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളാരും ഈ പേജ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹൈപ്പ് പുതിയ ബട്ടൺ ഉണ്ടെന്ന് തോന്നുന്നു, അതും പ്രസ് ചെയ്യുക. പിന്നെ മറ്റേ ബെല്ല് പുതിയ നോട്ടിഫിക്കേഷൻ അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ വരും. ഓക്കെ, പിന്നെ കമന്റിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ID കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുക്കില്ല. എൻ്റെ തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ, സീ യു, ബൈ ബൈ.